ഫെബ്രുവരി 4 വിശുദ്ധ ആൻഡ്രൂ കൊർസിനിയുടെ തിരുനാൾ. ആരാണ് വിശുദ്ധ ആൻഡ്രൂ കൊർസിനി? 14-ാം നൂറ്റാണ്ടിലെ പ്രശസ്തനായ ഒരു കർമ്മലീത്ത സന്യാസിയും ഫിയോസലയിലെ ബിഷപ്പുമാണ് അദ്ദേഹം. ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം യൗവനത്തിലെ വഴിവിട്ട ജീവിതത്തിനു ശേഷം മാനസാന്തരപ്പെട്ട് സന്യാസ ജീവിതം സ്വീകരിച്ച് ദരിദ്രരെ സഹായിക്കുന്നതിനായി സ്വയം സമർപ്പിച്ചു. സമാധാനത്തിൻ്റെ മനുഷ്യനായി അറിയപ്പെടുന്ന അദ്ദേഹം തർക്കങ്ങൾ പരിഹരിക്കുന്നതിലും മികച്ച പ്രാസംഗികനായും പ്രശസ്തി ആർജിച്ചു. 1302 ഇറ്റലിയിലെ പ്രശസ്തമായ കുർസീനി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. യൗവനത്തിൽ അദ്ദേഹം സുഖലോലുപതയിലും വഴിവിട്ട ജീവിതത്തിലുമായിരുന്നു. ഒരിക്കൽ സാന്റാ മരിയ ദെൽ കാർമേൻ പള്ളിയിൽ പ്രാർത്ഥിക്കവേ വിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥത്താൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. അദ്ദേഹം തൻ്റെ കുടുംബത്തിലെ ധനവും ആഡംബരവും ഉപേക്ഷിച്ച് കർമ്മലീത്ത സഭയിൽ ചേരുകയും കർശനമായ തപസ്സും പ്രാർത്ഥനയും ജീവിതചര്യയാക്കുകയും ചെയ്തു. 1328 പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു. പിന്നീട് 1349 ഫിയോസലയിലെ ബിഷപ്പായി നിയമിതനായി. ആ കാലഘട്ടത്തിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിലും കുടുംബങ്ങൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. 1373 ഒരു ക്രിസ്മസ് രാവിലെ അദ്ദേഹം അർദ്ധരാത്രി കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കെ കന്യാമറിയം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും എപ്പിഫാനി തിരുനാൾ ദിവസം അദ്ദേഹം ദൈവത്തോട് ചേരുമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. മരിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പല അത്ഭുതങ്ങളും നടന്നതായി പറയപ്പെടുന്നു. ഫെബ്രുവരി 4 കത്തോലിക്ക സഭയിൽ അദ്ദേഹത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. വിശുദ്ധ ആൻഡ്രൂ കൊർസിനി സമാധാനത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ദരിദ്രരോടുള്ള കരുണയുടെയും പ്രതീകമായി ഇന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം കത്തോലിക്ക സഭയിലെന്നല്ല ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ആത്മീയമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും മാതൃകയായി തീരട്ടെ.